ഹായ് ഹലോ ഗായ്സ്. യൂട്യൂബ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാജിദ സാജിയെ കൊണ്ട്. യൂട്യൂബിൽ ഇടമില്ലാത്തൊരവസ്ഥ. യൂട്യൂബ് തുറന്നാൽ സാജിദ സാജിയുടെ അവിഹിതം, സാജിദ സാജിയുടെ ഹണി ട്രാപ്പ്, സാജിദ സാജിയുടെ ഗർഭം എന്ന് തുടർത്തി നിരവധിയാണ് സാജിദ സാജിയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. എല്ലാവരും ഒരു സ്വരത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീയെന്ന് സാജിദ സാജിയെ വിശേഷിപ്പിച്ചപ്പോൾ സാജിദ സാജി വന്ന് പറയുന്നു, ഞാൻ ഭർത്താവ് മരിച്ച സ്ത്രീയല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനി ആരും എന്നെ ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് പറയരുത് എന്ന്. ആളുകൾ ആ വിളി നിർത്തി. സാജിദ സാജിയുടെ കല്യാണം കഴിഞ്ഞവൾ, അല്ലെങ്കിൽ ചെറിയ പയ്യനെ കല്യാണം കഴിച്ചവർ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ സാജിദ സാജിയുടെയും ഭർത്താവിൻ്റെയും കഥകളായി. പിന്നെ അപ്പോൾ സാജിദ സാജി വന്ന് പറയുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്നെ ഇനി കല്യാണം കഴിഞ്ഞവൾ എന്ന് പറയണ്ട, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല എന്ന്. എന്താണിപ്പോൾ അവസ്ഥ? ഒരു കള്ളം സ്ഥാപിക്കാൻ വേണ്ടി നിരവധി കള്ളങ്ങൾ പറയേണ്ടി വരുന്ന ഒരവസ്ഥ. ഇനി സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന രീതിയിലായി കാര്യങ്ങൾ. കമൻറ്റ് വായിച്ചാൽ ചിരിച്ചു ചാവും. കമൻറ്റുകൾ ഈ രീതിയിലൊക്കെയാണ്. ആദ്യം കാസർഗോഡുകാരൻ എന്ന് പറഞ്ഞു, പിന്നെ കണ്ണൂർക്കാരൻ എന്ന് പറഞ്ഞു, ഇവളാര് കേരളത്തിലെ ഐശ്വര്യ റായിയോ എന്ന് തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് സാജിദ സാജിക്ക് നേരെ വരുന്നത്. ഇവർക്ക് നേരെ വരുന്ന കമൻറ്റുകളൊക്കെ നെഗറ്റീവ് കമൻറ്റുകളാണ്. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്താണ് ഇവർ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇവരെ പറ്റി ഹണി ട്രാപ്പ് നടത്തിയെന്നും കേൾക്കാൻ കൊള്ളാത്ത പല ന്യൂസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റഊഫിനെ സാജിദ സാജി പറ്റിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പോൾ സാജിദ സാജിക്ക് നേരെ വരുന്ന അധിക്ഷേപങ്ങൾ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റഊഫ് എന്ന വ്യക്തിയുടെ ലക്ഷങ്ങൾ സാജിദ സാജി തട്ടിയെടുത്തു എന്നാണ് ആരോപണം. റഊഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു കുടുംബസ്ഥനാണ്, വേറെ ഭാര്യയും കുട്ടികളുമൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അവൻ്റെ മഹറാണ് ഇട്ടത്, അവൻ്റെ ലക്ഷങ്ങളാണ് നഷ്ടമായത്. അവൻ ഈ പണിക്ക് നിന്നിട്ടല്ലേ? അവൻക്ക് എന്തിൻ്റെ കേടായിരുന്നു? അവൻ്റെ ഭാര്യ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടല്ലോ. സാജിദ സാജിയുടെ ഭർത്താവ് ഇന്ന് ഈ ലോകത്തില്ല. അപ്പോൾ ആരാണ് തെറ്റുകാരൻ? സാജിദ സാജിക്ക് അവൻ്റെ സമ്മതപ്രകാരമല്ലേ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ നിക്കാഹ് കഴിയാതെ ഫോട്ടോയും വീഡിയോയും അയച്ചു തരാൻ പറയുക, ഇതൊക്കെ ചെറ്റത്തരമല്ലേ? ആ കള്ള ഹിമാറിന് ഇങ്ങനെ വന്നതിൽ അങ്ങനെ തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവൻ വേറെയും സ്ത്രീകളോട് ബന്ധം ഉണ്ടെന്ന് സാജിദ പറയുന്നു. അത് സത്യമല്ല എന്ന് പറയാൻ കഴിയില്ല. സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ സാജിദയോട് ഇങ്ങനെ പെരുമാറിയാൽ വേറെ പെണ്ണുങ്ങളോടും ഇവൻ ഇങ്ങനെ തന്നെയാവില്ലേ? റഊഫ് എന്ന് പറയുന്ന കള്ള ഹിമാറിന് ഇവിടെ വരേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? ചിലപ്പോൾ അയാളുടെ ശല്യം താങ്ങാൻ കഴിയാതെ സാജിദ കാട്ടിക്കൂട്ടുന്നതായിരിക്കാം ഈ കള്ളത്തരങ്ങൾ. സത്യം അറിയാതെ ആരെയും കല്ലെറിയരുത്. തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെയില്ല. വലിയ തെറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ ചെറിയ തെറ്റ് പറ്റാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഒരാളെ ശിക്ഷിക്കാൻ നമ്മൾക്ക് അർഹനല്ല. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അവളുടെ 5 മക്കളെ അവൾ കൂടെ നിർത്തി നോക്കുന്നുണ്ട്. എത്രയോ ഉമ്മമാർ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ് സ്വന്തം സുഖം തേടിപ്പോകുന്ന എത്ര ഉമ്മമാർ.